എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 50 കൊല്ലം മുസ്ലിമായി ജീവിക്കണമെന്നുമില്ല എന്റെ പ്രിയപ്പെട്ടവരെ. ഒരു വാക്കുമതി, ഒരു വാക്കുമതി. നമ്മൾ ഒരുപാട് പ്രഭാഷണം കേൾക്കുന്നവരാണ്. പ്രഭാഷണത്തിന്റെ മഹത്വം എന്താണെന്ന് പറയുന്നവനും അറിയില്ല, കേൾക്കുന്നവനും അറിയില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഏറ്റവും കൂടുതൽ വഅദ് കേൾക്കുന്നത് പെണ്ണുങ്ങളാണല്ലോ. ആണുങ്ങള് കുറവാണ്, പെണ്ണുങ്ങളാണ് കൂടുതലെന്ന് കമ്മിറ്റിക്കാര് പറഞ്ഞു. എവിടെ പോയാലും വഅദ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് പെണ്ണുങ്ങളാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വഅദ് കേട്ടിട്ട് വല്ല മാറ്റവുമുണ്ടോ മോളെ? വഅദ് കേട്ടിട്ട് വല്ല മാറ്റവുമുണ്ടോ? അല്ലാഹനെ കുറിച്ച് പേടിയുണ്ടായിരുന്നെങ്കിൽ, അല്ലാഹനെ കുറിച്ച് അറിയുമായിരുന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 114 സൂറത്തുകൾ, 6600 പരം വരുന്ന ആയത്തുകൾ, ആ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് തെരഞ്ഞു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിമീങ്ങളോട് അല്ലാഹു പറയുന്നു, നിങ്ങൾ ഈമാനിന്റെ വിഷയത്തില്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ വിഷയത്തില് നിങ്ങൾ ഒരു പെണ്ണിനെ കണ്ടുപഠിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമേ, ഈമാനിന്റെ വിഷയത്തില് നിങ്ങൾ ഒരു പെണ്ണിനെ കണ്ടുപഠിക്കണേ, നിങ്ങളൊരു പെണ്ണിനെ കണ്ടുപഠിക്കണേ. ആരാ പെണ്ണെന്നറിയുവോ? പ്രവാചകന്റെ ഉമ്മയല്ല, പ്രവാചകന്റെ മകളല്ല, പ്രവാചകന്റെ ഭാര്യയല്ല. സാധാരണ ഒരു പെണ്ണിനെ കാണിച്ചിട്ട്, സാധാരണ ഒരു പെണ്ണിനെ കാണിച്ചിട്ട് അല്ലാഹു പറയുന്നു, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് ഈമാനിന്റെ വിഷയത്തിൽ ഇവളെ കണ്ടുപഠിക്ക്. ഈമാനിന്റെ വിഷയത്തിൽ കണ്ടുപഠിക്കാൻ അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ഒരു പെണ്ണാരാണെന്നറിയോ? അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ഒരു പെണ്ണ് നബിയുടെ, പ്രവാചകന്റെ ഭാര്യയല്ല, പ്രവാചകന്റെ മകളല്ല, പ്രവാചകന്റെ സഹോദരിയല്ല. പടച്ചവനെ, പിന്നെ ആ പെണ്ണാരാണെന്നറിയോ? ആ പെണ്ണ് നിന്നെ പോലെ 100 വഅദ് കേട്ടില്ല പെങ്ങള്. ജീവിതത്തിൽ ഒരേ ഒരു വഅദേ കേട്ടുള്ളൂ. ഒറ്റ ഒരു പ്രഭാഷണം കേട്ടപ്പോ അല്ലാഹുവിനെ മനസ്സിലാവുകയാണ്. ആ പെണ്ണിനെ കാണിച്ചിട്ട് അല്ലാഹു പറയുകയാ, ഖിയാമത്ത് നാൾ വരെയുള്ളവർ ഈ പെണ്ണിനെ കണ്ടുപഠിക്കാൻ. ആ പെണ്ണാരാണെന്നറിയോ? ആ പെണ്ണ് കേട്ട പ്രഭാഷണം ആരുടെ പ്രഭാഷണമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഫർദയും ഇട്ടുകൊണ്ട് സിനിമാ തിയേറ്ററിന്റെ ഉള്ളിലകത്ത് പോയിരുന്നിട്ട് സിനിമയ്ക്കകത്ത് ദുആ ചെയ്യുമ്പോ ആമീൻ പറയുന്ന വീഡിയോ പിടിച്ച് ഈ ഉമ്മത്തിനെ നാണം കെടുത്തുന്ന ഫർദ ധരിച്ച പെൺകുട്ടികളുടെ കാലമല്ലേ? സമുദായത്തെ നാണം കെടുത്തുന്ന മുസ്ലിമേ, അല്ലാഹുവിനെ കുറിച്ച് നിനക്കറിയുമോ മോളെ? നിനക്ക് സിനിമാ തിയേറ്ററിന്റെ ഉള്ളിൽ കയറി ഫർദ എന്ന് പറയുന്ന അതാ പരിശുദ്ധമായ ശറഫാക്കപ്പെട്ട ആ വസ്ത്രവും ധരിച്ച് കോമാളിത്തരം കാണിക്കുന്ന ഈ കാലഘട്ടത്തിലെ യുവത്വമേ, മക്കളെ, അഹങ്കാരത്തിനൊക്കെ ഒരു പരിധിയുണ്ട്, കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ ആ പരിധിയൊക്കെ കഴിഞ്ഞ ഇത് കാണും മുഴുവനും ഇതെല്ലാം കാണുന്ന ഒരു റബ്ബുണ്ടെന്നുള്ള ബോധമെങ്കിലും നിനക്കൊക്കെ വേട്. പെങ്ങളെ, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളോടും അല്ലാഹു വിശ്വാസത്തിന്റെ വിഷയത്തിൽ, ഈമാനിന്റെ വിഷയത്തിൽ കണ്ടുപഠിക്കാൻ പറഞ്ഞ പെണ്ണാരാണെന്നറിയോ? സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യ മഹ്ദി ആസിയ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ സാക്ഷാൽ ഫിർഔനുണ്ടല്ലോ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയാനെ കാണിച്ചിട്ട് അല്ലാഹു പറയുകയാ, കണ്ടുപഠിക്കു മുസ്ലിമേ, കണ്ടുപഠിക്കു മുസ്ലിമേ. 100 വഅദ് കേട്ടില്ല വാപ്പാ. ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു പ്രഭാഷണമേ കേട്ടുള്ളൂ, ഒരു പ്രഭാഷണമേ കേട്ടുള്ളൂ. ആരുടെ പ്രഭാഷണമാ കേട്ടതെന്നറിയുമോ? മഹാനായ കലീമുല്ലാഹി മൂസ
മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രഭാഷണമാണ്. പടച്ചവരെ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രഭാഷണമാണ് അവിടെ നിന്ന് കേൾക്കുന്നത്. അതാ പടച്ചവനെ, ഫിറഔനിന്റെ കൊട്ടാരത്തിലേക്ക് മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും രണ്ടുപേരോടും അല്ലാഹു പറയുന്നു, മൂസാ, ഫിറഔനിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് എന്നെ കുറിച്ച് വഅദ് പറയണം, എന്നെ കുറിച്ച് ഫിറഔനിനോട് പറയണം. പടച്ചവനെ, ഹാറൂനിനെ വേണം തമ്പുരാന്, കൂടപ്പറപ്പിനെയും അല്ലാഹു പറഞ്ഞു വിടുകയാണ്. രണ്ടുപേരും കൂടെ ഫിറഔനിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ പോയിട്ട് ഫിറഔനിനോട് അല്ലാഹ് ആരാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പടച്ചവൻ ആരാണെന്ന് പരിചയപ്പെടുത്തുകയാണ്. അവന് പരിഹസിക്കുകയാണ്. അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ അവന് കളിയാക്കുകയാണ്, അവന് പരിഹസിക്കുകയാണ്, അവന് വെല്ലുവിളിക്കുകയാണ്. പക്ഷേ ഫിറഔന് നേരെയായില്ല. ആ പ്രഭാഷണം കേട്ട് ഫിറഔന് നന്നായില്ല. ആ പ്രഭാഷണം കേട്ട് ഫിറഔന് നേരെയായില്ല. പിന്നെ ആരാണ് നേരെയായതെന്നറിയുവോ? ആ പ്രഭാഷണം ഒരു പെണ്ണ് കേൾക്കുകയാണ്. ആ പ്രഭാഷണം ഒരു പെണ്ണ് കേൾക്കുകയാണ്. ഏത് പെണ്ണാ കേട്ടതെന്നറിയുമോ? ആ ഫിറഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായ മഹദിയായ മാസിത. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണ്, അല്ലാഹുവിനെ വിശ്വാസമില്ലാത്ത പെണ്ണ്, ദീനിനെ നാണം കെടുത്തുന്ന ചെറുപ്പക്കാരാ, നിനക്ക് ആമീൻ പറയണമെങ്കിൽ പറഞ്ഞാ പോരെ, ഇട്ടുകൊണ്ട് പോകണമെങ്കിൽ ഫർദ ഇട്ടുകൊണ്ട് പോയാ പോരെ. എന്തിനാ വീഡിയോ പിടിക്കുന്നത്? അത് കളിയാക്കലല്ലേ, അത് പരിഹസിക്കലല്ലേ, അത് നാണം കെടുത്തലല്ലേ, അല്ലാഹുവിന്റെ ദീനിനെ മോശമാക്കലല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹദിയായ മാസിത ബീവി റളിയല്ലാഹു തആല അൻഹാ മൂസാ നബിയുടെ പ്രഭാഷണം കേൾക്കുകയാ. മൂസാ നബിയുടെ പ്രഭാഷണം കേൾക്കുകയാ. പടച്ചവരെ, ആസിയാ ബീവദാ മഹദിയായ മാസിത ബീവി റളിയല്ലാഹു തആല അൻഹാ, ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹാ, ഇവർ രണ്ടുപേരും ആ പ്രഭാഷണം കേൾക്കുകയാണ്. മാസിത മുസ്ലിമാവുകയാണ്. മാസിത മുസ്ലിമാവുകയാണ്. മൂസാ നബി പറഞ്ഞു, ആരോടും പറയണ്ട, ആരോടും പറയണ്ട, ഫിറഔനിന്റെ കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്. മാസിത ബീവി റളിയല്ലാഹു തആല അൻഹാ ആരോടും പറയാതെ മുസ്ലിമായി ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫിറഔനിന്റെ മകളുടെ മുടി ചീകുന്നതിന് വേണ്ടി മാസിത ബീവി റളിയല്ലാഹു തആല അൻഹാ ചീർപ്പെടുക്കുകയാണ്. ഒരു ചീപ്പെടുക്കുമ്പോ, മുടി ചീകുന്നതിന് വേണ്ടി ചീപ്പെടുക്കുമ്പോ, പടച്ചവനെ, മാസിത ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടുന്ന് ബിസ്മി പറയുകയാ, അവിടുന്ന് ബിസ്മി പറയുകയാ. പടച്ചവനെ, മാസിത ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചീപ്പെടുക്കുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞു അല്ലാഹ്, അവിടുന്ന് പറഞ്ഞു അല്ലാഹ്. ഫിറഔനിന്റെ മകള് ചോദിക്കുന്നു, ആരാ മാസിത? അല്ലാഹ്. ചോദിക്കുന്നത് ഫിറഔനിന്റെ പൊന്നുമോളാണ്. അവിടുന്ന് ചോദിക്കുന്നു, ആരാ മാസിത? അല്ലാഹ്. മാസിത പറഞ്ഞു കൊടുക്കുന്ന അല്ലാഹ് ആരാണ്? എന്റെയും നിന്നെയും പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ്. ഈ ലോകത്തിന്റെ അധിപന്റെ പേരാണ് അല്ലാഹ്. പടച്ചവനെ, ഫിറഔനിന്റെ മകള് ചോദിക്കുകയാണ്, എന്റെ വാപ്പയല്ലേ റബ്ബ്? എന്റെ വാപ്പയല്ലേ റബ്ബ്? എന്റെ വാപ്പയല്ലാതെ വേറെ ഏതെങ്കിലും ഒരു റബ്ബുണ്ടോ? മാസിത ബീവി പറയുന്നു, നിന്റെ വാപ്പ അടിമയാണ്. പൊന്നുമകളോട് പറയുന്നു, മോളെ, നിന്റെ വാപ്പ അടിമയാണ്. നിന്റെ വാപ്പ റബ്ബൊന്നുമല്ല. നിന്റെ വാപ്പയെ പടച്ച ആളുടെ പേരാണ് അല്ലാഹ്. അല്ലാഹുവേ, മാസിത ബീവി റളിയല്ലാഹു തആല അൻഹ ഫിറഔനിന്റെ പൊന്നാര മകൾക്ക് അല്ലാഹനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പൊന്നുമോൾ ഓടുകയാണ്. രാജകൊട്ടാരത്തിൽ മന്ത്രിമാരുടെ മുമ്പിലിരിക്കുന്ന ഫിറഔനിന്റെ മുമ്പിലേക്ക് തന്റെ പൊന്നാര മകൾ ഓടിച്ചെന്നിട്ട് ചോദിക്കുന്നു, വാപ്പാ, നിങ്ങളല്ലാതെ ഒരു റബ്ബുണ്ടോ? നിങ്ങളല്ലാതെ ഒരു റബ്ബുണ്ടോ? അതേപോലെ നീ അങ്ങനെ ചോദിച്ചത്. ഉമ്മ വാപ്പയോട്, അതാ ഫിറഔനിനോട് പൊന്നുമോട് പറയുന്നു, നിങ്ങൾ അടിമയാണെന്ന്. വാപ്പാ, നിങ്ങൾ അടിമയാണെന്ന്. നിങ്ങളെ പടച്ച റബ്ബിന്റെ പേരാണ്
അല്ലാ. ഫിർഔനിന്റെ മുഖമങ്ങ് ചുമക്കുകയാണ്. ആരാ പറഞ്ഞത് ഞാൻ അടിമയാണെന്ന്? ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? മാഷിത്തയാണ് പറഞ്ഞു തന്നത്. അല്ലാഹുവേ, കൊട്ടാരത്തിലെ വേലക്കാരിയായ മാഷിത്താനെ പിടിച്ചുകൊണ്ടുവരികയാണ്. മാഷിത്ത മുസ്ലിമായിരിക്കുകയാണ്. മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്. പ്രവാചകനാണെന്ന് അംഗീകരിച്ചിരിക്കുകയാണ്. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്. അല്ലാ, ഫിർഔന് പറഞ്ഞു, മാസിത്താ മര്യാദയ്ക്ക് മടങ്ങി വാ മാസിത്താ, ഞാനാണ് റബ്ബെന്ന് പറയൂ, പഴയതുപോലെ മടങ്ങി വാ മാഷിത്ത. മാഷിത്ത പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ മടങ്ങി വരൂല. പടച്ചവനെ, നാണക്കേടായി. എല്ലാവരും ഒരുമിച്ച് കൂടി ഇവളെ ഇങ്ങനെ വെറുതെ വിട്ടാ പോരാ, എല്ലാവർക്കും മാതൃകയാകുന്ന ഒരു ശിക്ഷ കൊടുക്കണം. അതിനെന്ത് ചെയ്തെന്നറിയുമോ? മോനെ, വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. പപ്പടം പൊരിക്കാൻ എണ്ണ ഒഴിക്കുന്നത് പോലെ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. തിളച്ചുമറിയുന്ന എണ്ണയുടെ മുമ്പിൽ മാസിത്താ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഫിർഔനിന്റെ പട്ടാളക്കാര് പിടിച്ചുകൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്നിട്ട് ചോദിച്ചു, മാസിത്താ, തീരുമാനത്തിൽ മാറ്റമുണ്ടോ മാസിത്താ? മാസിത്ത പറയുന്നു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. പടച്ചവരെ, മാസിത്തയുടെ ഭർത്താവിനെ കൊണ്ടുവരികയാണ്. തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ കൊണ്ടുവന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തലകീഴായി അവിടെ നിന്ന് കെട്ടി നിർത്തുകയാണ്. എന്നിട്ട് ചോദിച്ചു, ഇനി പറ മാറ്റമുണ്ടോ മാസിത്ത? ഇനി പറ മാസിത്ത, മാറ്റമുണ്ടോ? ഫിർഔനിന്റെ പട്ടാളം ചോദിക്കുമ്പോ മാസിത്ത ബീവി അനങ്ങുന്നില്ല. തിളച്ചുമറിയുന്ന എണ്ണയ്ക്കകത്തേക്ക് മീൻ പൊരിക്കുന്നത് പോലെ മാസിത്ത ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാണ്. പതറിയില്ലടാ ചെറുപ്പക്കാരാ. തന്റെ ഒന്നാമത്തെ കുട്ടിയെ കൊണ്ടുവരികയാണ്. തന്റെ പൊന്നാര മകളെ പിടിച്ചു കൊണ്ടുവന്ന് ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു, മാസിത്ത, ഭർത്താവിനെ വെറുതെ കൊന്നുകളഞ്ഞു, പൊന്നുമോളെ കൊല്ലണോ? പൊന്നുമോളെ കൊല്ലണോ? തീരുമാനത്തിൽ മാറ്റമുണ്ടോ? കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് തന്റെ പൊന്നാര മകളെ യാത്രയാക്കുകയാണ്. അടുത്ത കുഞ്ഞിനെ കൊണ്ടുവന്നു. ചോദിച്ചു, മാറ്റമുണ്ടോ മാസിത്ത? മാസിത്ത എന്ന് പറയുന്ന മുസ്ലിം പെണ്ണനങ്ങുന്നില്ല. തന്റെ ഭർത്താവ് മരിച്ചു, തന്റെ ഒരു മകള് മരിച്ചു, രണ്ടാമത്തെ മകളും മരിച്ചു. അല്ലാ, മൂന്നാമത് കൊണ്ടുവരുന്നതാരയാ? പാല് കുടിക്കുന്ന കുഞ്ഞുമോനെയാ. ആശിതാ ബീവിയുടെ കയ്യില് പാല് കുടിക്കുന്ന ഒരു പൊന്നുമോനിരിക്കുന്നുണ്ട്. മാസങ്ങളായി, പ്രസവിച്ചിട്ട് മാസങ്ങളെ ആയുള്ളൂ. ഒരു പൊന്നുമോനെ തന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. പട്ടാളക്കാര് വന്ന് പിടിക്കുകയാണ്. താമാസിത, നിന്റെ പൊന്നുമോനെ താമാസിത. മാസിതാ ബീവി റളിയല്ലാഹു തആല അൻഹ ഒന്ന് പതറുകയാ. കാരണം ഇത് ചോര കുഞ്ഞാണ്, തന്റെ പൊന്നാര മകനാണ്. തന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. മാഷിത്തയുടെ കണ്ണ് നിറയുകയാണ്. മാഷിത്താ ബീവിയുടെ കണ്ണ് നിറയുകയാണ്. എല്ലാവരും കളിയാക്കുകയാണ്. ഭർത്താവിനെയും രണ്ടു മക്കളെയും വെറുതെ കൊന്നുകളഞ്ഞല്ലോ, ഇവള് പരാജയപ്പെട്ടു പോയല്ലോ, ഇവള് പരാജയപ്പെട്ടു പോയല്ലോ. എല്ലാവരും മാഷിത്താ ബീവിയുടെ ചുറ്റുഭാഗത്ത് നിന്ന് കളിയാക്കി ചിരിക്കുമ്പോ ആ പാല് കുടിക്കുന്ന കുഞ്ഞിങ്ങനെ നോക്കുകയാണ്. ഉമ്മ കരയുന്നു. എല്ലാവരും ഉമ്മാനെ കളിയാക്കുന്നു. ആ മാസിത്താ ബീവിയുടെ പാല് കുടിക്കുന്ന പൊന്നുമോനുണ്ടല്ലോ, സംസാരിക്കാൻ പ്രായമായിട്ടില്ല, സംസാരിക്കാൻ പ്രായമായിട്ടില്ല. ആ പാല് കുടിക്കുന്ന കുഞ്ഞ് അവിടെ നിന്ന് വിളിക്കുന്നു, യാ ഉമ്മ. തന്റെ പ്രിയപ്പെട്ട മാതാവിന് ആ പാല് കുടിക്കുന്ന ചോര കുഞ്ഞു വിളിക്കുന്നു, ഉമ്മാ. ലാ തഹസൻ വലാ, അവിടെന്ന് പറയുന്നു, ലാ തഖഫ് വലാ തഹസൻ. എന്തിനാ ഉമ്മ പേടിക്കുന്നത്? എന്തിനാ ഉമ്മ സങ്കടപ്പെടുന്നത്? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ഉമ്മാനോട് പറയുന്നത്, അല്ലാഹനെ പേടിച്ചാ പോര്, എന്തിനാ എന്റെ ഉമ്മ കരയുന്നത്? ധൈര്യമായിട്ട് കൊടുക്കുമ്മ, ധൈര്യമായി
ധൈര്യമായിട്ട് കൊടുക്കും. മാഷിത എന്ന് പറയുന്ന ആ പെണ്ണുണ്ടല്ലോ, തന്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് പട്ടാളക്കാരുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. ആ കുഞ്ഞിരിക്കുമാ തീക്കകത്ത് എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാണ്. അവസാനം മാസിത ബീവിയെയും കൊന്നുകളഞ്ഞു. അല്ലാഹുവേ, അല്ലാഹുവേ, സന്തോഷത്തോടെ ഫിറഔന് കൊട്ടാരത്തിന്റെ മണിയറയിലേക്ക് കയറി പോവുകയാ. ഒരു ഉമ്മാനെയും ഭർത്താവിനെയും 3 മക്കളെയും ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു കുടുംബത്തെ മുഴുവനും കൊന്നുകളഞ്ഞിട്ട് സന്തോഷത്തോടെ ഫിറഔന് കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തേക്ക് കയറി ചെല്ലുമ്പോ മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാ. ഇത് മുഴുവനും കണ്ടുകൊണ്ട് നിൽക്കുകയാ. ഫിറഔന് ചോദിക്കുന്നു, ആസിയ, ഞാനല്ലാതെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു കുടുംബത്തിന് കൊടുത്ത ശിക്ഷ കണ്ടോ ആസിയ? ഇഷ്ടമായോ ആസിയ? വലിയ അഭിമാനത്തോടുകൂടി ഫിറഔന് തന്റെ ഭാര്യയായ ആസിയ ബീവിയോട് പറയുമ്പോ ആസിയ ചോദിക്കുന്നു, അവള് പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത്? മാഷിത്ത പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത്? നിങ്ങൾ അടിമയല്ലേ, നിങ്ങൾ അടിമയല്ലേ? നിങ്ങളെ പടച്ച ഒരു റബ്ബുണ്ടല്ലോ, റബ്ബി മൂസാ വ ഹാറൂൻ. ഞാനും ആ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാ. ഞാനും ആ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാ. മൂസായുടെ റബ്ബിനെ കൊണ്ട് ഞാനും വിശ്വസിച്ചിരിക്കുകയാണ്. ഇടിത്തീ വീണതുപോലെ, സാക്ഷാൽ ഫിറഔനിന്റെ ഹൃദയത്തിൽ ഇടിത്തീ വീണതുപോലെ തന്റെ കൂടെ കടന്നവൾ മതം മാറിയിരിക്കുകയാണ്. അവൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്. പീഡനങ്ങൾ തുടങ്ങുകയാണ്. രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടെന്ന് മുസ്ലിമായെന്നറിഞ്ഞാൽ അതിനെക്കാളും വലിയ നാണക്കേടില്ലല്ലോ. പട്ടിണി കിട്ടു, ഒരുപാട് പീഡനങ്ങൾ കൊടുത്തു. വെളുത്ത സുന്ദരിയായിരുന്ന ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ ഒരിക്കൽ ഫിറഔൻ ആസിയ കുളിക്കാൻ പോകുന്നത് കണ്ടപ്പോ ആസിയ ബീബിയുടെ ഗ്ലാമർ കണ്ടിട്ടാ വിവാഹം കഴിച്ചത്. ആ സുന്ദരിയായ ആസിയയുടെ തൊലി കറുക്കുകയാണ്, എല്ലും തോലുമാവുകയാണ്, കണ്ണ് കുഴിയുകയാണ്. ഒരുപാട് പീഡനങ്ങൾ ചെയ്തു നോക്കി, എന്നിട്ടും വഴങ്ങാതെ വന്നപ്പോ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ശരീരത്തിലേക്ക് പടച്ചവര് പഴുപ്പിച്ച കുന്തമപടന്ന് കുത്തിയിറക്കുമ്പോ ആസിയ ബീവി അല്ലാഹുവോട് പറയുന്നത് എന്തെന്നറിയുവോ? അല്ലാഹുവേ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഈ ഫിറഔനിന്റെ കൊട്ടാരവും അവന്റെ സുഖ ആഡംബരങ്ങൾ മുഴുവനും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ വലിച്ചെറിയുന്നു റബ്ബേ. റബ്ബിബ്നിലി ഇൻദക ബൈതം ഫിൽ ജന്ന. ആസിയ പറയുന്നത്, സ്വർഗത്തിലൊരു വീട് വേണമല്ലോ, സ്വർഗത്തിലൊരു കൊട്ടാരം എനിക്ക് വേണമല്ലോ. പടച്ചവനെ, ആസിയ ബീവി ലോകത്തോട് വിട പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ഒരേ ഒരു വഴുതേ കേട്ടുള്ളൂ. ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ ഫിറഔനിന്റെ കൊട്ടാരത്തിൽ മൂസാ നബി അലൈഹിസ്സലാം നടത്തിയ ഒരേ ഒരു വഴുതേ കേട്ടുള്ളൂ. അല്ലാഹു ഹൃദയത്തിനകത്ത് കയറിയപ്പോ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയായി. അല്ലാഹുവിനെ മനസ്സിലാവുകയാണ്. 50ഉം 60ഉം വയസ്സുള്ള മുസ്ലിമേ, നമുക്ക് അല്ലാഹുവിനെ മനസ്സിലാകുന്നില്ല. ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒറ്റ പ്രഭാഷണം കേട്ടപ്പോഴാണ് മുസ്ലിമായ. ഈ ആസിയാനെ കുറിച്ച് അല്ലാഹു പറയാ, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ആസിയായെ കണ്ടുപിടിക്കാൻ. നമ്മളോ 50ഉം 60ഉം വർഷമായിട്ട് മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നു. നമുക്ക് എല്ലാവർക്കും എന്താ അവസ്ഥ? അള്ളാഹിനെ കുറിച്ച് അറിയുന്നില്ല. അള്ളാഹിനെ കുറിച്ച് പഠിക്കടോ, അള്ളാഹിനെ കുറിച്ച് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. നമുക്ക് പേടി, അള്ളാഹിനെ ഒന്നും ഒരുത്തനും പേടിയില്ല. അള്ളാഹിനെ ആർക്കും പേടിയില്ല. അവനെ പേടി, ഇവനെ പേടി, രാഷ്ട്രീയക്കാരുടെ പേടിക്ക്, നേതാക്കന്മാരെ പേടി, നമ്മുടെ പേടി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ പേടിച്ചിട്ട് എന്ത് കിട്ടാനാ? എടാ ചങ്ങാതി, നീ അനുഭവിക്കാനുള്ളത് നീ അനുഭവിക്കുക. നീ എന്താ വിചാരിച്ചിരിക്കണേ? എല്ലാവരുടെ ഒരു ധാരണയുണ്ട്, ഓസിന് കയറിപ്പോകാൻ പറ്റുന്ന, മടിക്കേരി പോലെ കയറിപ്പോകാൻ പറ്റുന്ന സ്ഥലമാണ് സ്വർഗമൊന്നും അല്ല. എടാ, ഇങ്ങനെ ഓസിന് കയറിപ്പോകാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നുമല്ല സ്വർഗം. അമ്മ ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മ യതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. ഖുർആൻ.
എൻ്റെ പൊന്നാര ചങ്ങായി, ചുമ്മാ കയറി പോകാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ല സ്വർഗം. നീ ഇങ്ങനെ മുട്ടിടിച്ചാലോ? അവിടെ ഇവിടെയും എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ പാസ്സാക്കും. ഉസ്താദേ മൊത്തം ഇപ്പം എന്തോ ഇലക്ഷൻ കഴിഞ്ഞു, എല്ലാം അവരുടെ കയ്യിലാ. നമ്മൾ എന്ത് ചെയ്യാൻ? അനുഭവിക്കുക, അത്ര തന്നെ. എല്ലാത്തിനും പേടി. ഇലക്ഷൻ ഉസ്താദ്, അവിടെ ഇലക്ഷൻ നടക്കുന്നു, ഇവിടെ ഇലക്ഷൻ നടക്കുന്നു. ഇപ്പൊ എല്ലാം കാൽക്കുലേഷൻ ഇല്ല. കേരളത്തിൽ ആര് ഭരിക്കുക? ആര് ഭരിച്ചാലും നിനക്കെന്നെ നേട്ടാനാ? എടാ, ആര് ഭരിച്ചാലും നിനക്കെന്തെങ്കിലും നേട്ടമുണ്ടോ? അള്ളാഹു ആർക്കെങ്കിലും അധികാരം കൊടുക്കും, അവനക്കാരൻ. നീ അള്ളാഹിനെ പേടി ജീവിക്ക്. ഇവിടെ ഉസ്താദ് അവിടെ കിട്ടും, അവൻ ജയിക്കും, അവൻ എത്ര സീറ്റ്, ഇവൻ എത്ര സീറ്റ്. നീ തോറ്റുപോകും ചങ്ങാതി. അവൻ ജയിക്കോ ജയിക്കാതിരിക്കട്ടെ. നമ്മൾ ഇങ്ങനെ ചിന്തിരിക്കുക, പടച്ചോനെ കേന്ദ്രം മൊത്തവും പിടിച്ചു, എന്ത് ചെയ്യാൻ? എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നീ അനുഭവിക്കേണ്ടത് നീ അനുഭവിക്കുക തന്നെ. നീ എന്തിനാ നീ അള്ളാനെ പേടിക്കടാ. അള്ളാനെ പേടിച്ച നീ എന്തിനാ ഇവനെ പേടിക്കണേ? അള്ളാനെ ഞാനും നിങ്ങളും ഭയപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെ എന്തിനാ നമ്മൾ പേടിക്കുന്നേ? എൻ്റെ ഉമ്മാടെ ഗർഭാശയത്തിൽ കിടന്ന് മാസങ്ങൾ മാത്രം പ്രായമായപ്പോ എൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യം അള്ളാഹ് എഴുതി വെച്ചിരിക്കുക. അത് ഇവന്മാരാരെങ്കിലും വന്നാൽ മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വന്നാൽ മാറ്റാൻ പറ്റുമോ? എൻ്റെ ഉമ്മാടെ വയറ്റിൽ കിടക്കുമ്പോ തന്നെ, സിറാജ് നീ ഇത്ര കൊല്ലം ജീവിക്കും, എൻ്റെ ഭാര്യ ഇതാ, നിനക്ക് ഇത്ര മക്കളുണ്ടാകും, ഞാൻ കഴിക്കേണ്ട ഭക്ഷണം പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് അന്നം എഴുതിയിട്ടുണ്ട്, അത് അള്ളാഹ് എൻ്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോൾ എഴുതി വെച്ചതാ, ഞാൻ തിന്നാൻ വന്നില്ലേ? എന്റെ മരണം എപ്പോ എവിടെ കിടന്ന് മരിക്കുമെന്ന് ഞാൻ അള്ളാഹു എഴുതി വെച്ചിരിക്കുക. എൻ്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ, എൻ്റെ ഉമ്മാടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ സിറാജ് ഇത്രാമത്തെ വയസ്സിൽ ഇന്ന സ്ഥലത്ത് കിടന്ന് ഇങ്ങനെ മരിക്കുമെന്ന് അള്ളാഹ് എഴുതി വെച്ചിരിക്കുക. അതിപ്പോ കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും BJP ഭരിച്ചാലും മാറ്റാൻ പറ്റുമോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് അള്ളാഹ് നോക്ക്, നീ നിന്റെ കാര്യം നോക്ക്. ആര് ഭരിച്ചാലും നീ അനുഭവിക്കേണ്ടത് നീ അനുഭവിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പരാജയം. അള്ളാഹിനെ ഭയക്ക് ചങ്ങാതി. അള്ളാഹിനെ ഭയന്ന എല്ലാം നിന്റെ കാൽച്ചുവട്ടിൽ വരും. നീ അള്ളാഹുവിനെ ഭയന്ന് നോക്ക്. പടച്ചവനെ നീ ഭയന്നാൽ, അള്ളാഹിനെ നിനക്ക് പേടിച്ചാൽ എല്ലാം നിന്റെ കാൽ കീഴിൽ വരും. നീ എന്തിനാ പേടിക്കണേ? അള്ളാഹിന്റെ ഔലിയാക്കന്മാർ, അവർ അള്ളാഹുവിനെ ഭയന്നവർ. അവർക്ക് വേറെ ആരെയും പേടിയില്ല, അവർക്കൊന്നുമില്ലടോ. അവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയപ്പോ എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു എല്ലാം അവർക്ക് തുറന്നു കൊടുത്തു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇങ്ങനെ പേടി ഉസ്താദ്, അവിടെ പോകേണ്ടി വരും, ഇവിടെ നാട് കടത്തണം. നീ അല്ലെങ്കിൽ ഈ നാട്ടുകാരനല്ലല്ലോ, നമ്മളല്ലെങ്കിൽ ഈ നാട്ടുകാരൊന്നും അല്ലല്ലോ, നമ്മുടെ തറവാട് ഇതൊന്നും അല്ലല്ലോ. നമ്മൾ ഈ നാട്ടുകാരല്ല. നമ്മുടെ തറവാട് ഏതാ? അതങ്ങ് സ്വർഗമാ. നമ്മുടെ ഉപ്പാപ്പ ആദം നബി അലൈഹിസ്സലാം, നമ്മുടെ ഉമ്മാമ ഹവ്വ റളിയല്ലാഹു തആല വീട് അവിടെ അല്ലേ? തറവാട്ടിലേക്ക് പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ നാടേതാ? വെടികൊണ്ടതുപോലെ ഇരിക്കാതെ നമ്മുടെ നാടേതാ? നമ്മുടെ യഥാർത്ഥ തറവാട് ഏതാ? അത് സ്വർഗം. ആദം നബി അവിടെന്നാ വന്നേ, ഹവ്വ റളിയല്ലാഹു തആല അവിടെന്നാ വന്നേ. അപ്പൊ നമ്മുടെ തറവാട്ടിലേക്ക് മടങ്ങി പോകേണ്ടവരാ. നമ്മുടെ തറവാട് സ്വർഗമാ സഹോദര. നമ്മൾ യാത്രക്കാരാ, വണ്ടിയും കാത്ത് നിൽക്കുക. വണ്ടി ഇങ്ങോട്ട് വരും, കയറിപ്പോകും. അസ്രായിൽ എന്ന് പറയുന്ന ആളിങ്ങോട്ട് വരും, പടച്ചവനെ പള്ളിയിൽ നിന്നൊരു വണ്ടി വരും, കയറിക്കോണം, പൊക്കോണം. നമ്മൾ യാത്രക്കാരാ. നമ്മുടെ യഥാർത്ഥ യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്രയാ. അള്ളാഹു നമ്മളവിടെ എത്തിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹിന്റെ ഔലിയക്കന്മാരുടെ ഒന്നാമത്തെ യോഗ്യത, അവർക്ക് അള്ളാഹിനെ മാത്രമേ പേടിയുള്ളൂ, വേറെ ആരെയും പേടിയില്ല. അള്ളാഹ് ഹൃദയത്തിനകത്ത് കയറിയ നമ്മളും അങ്ങനെ ആകും. അള്ളാഹു നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കയറിയ പിന്നെ എല്ലാം അള്ളയായി. പിന്നെ ആരെയും നമുക്ക് പേടിയില്ല. കച്ചവടക്കാരെ അല്ലെങ്കിൽ അവനെ പേടിയില്ല, ഇവനെ പേടിയില്ല, മറ്റവനെ ഒന്നും പേടിയില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം വന്നാൽ അൽഹംദുലില്ലാ നമ്മളൊക്കെ നേരെയാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ രണ്ടാമത്തെ ക്വാളിറ്റി, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് നിരാശയില്ല സഹോദര. കച്ചവടം പോയി, വണ്ടി പോയി, മക്കള് പോയി, അത് പോയി, ഇത് പോയി, ഒരു സങ്കടവും നിരാശയില്ല. നമുക്കൊരു തലവേദന ഉണ്ടെങ്കിൽ നെറ്റിയിൽ എഴുതി വെക്കുക, എനിക്ക് തലവേദനയാണെന്ന്. 40 പേരോട് പറയും തലവേദന, രോഗമാ, പ്രയാസമാ, എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കും. പത്രത്തിൽ വേണമെങ്കിലും കൊടുക്കും. ഇവിടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു സങ്കടവും അള്ളതൊന്നും അള്ള കൊണ്ടുപോയി. എത്ര തന്നെ ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ രണ്ടാമത്തെ ക്വാളിറ്റി, അവർക്ക് നിരാശയൊന്നുമില്ല, പോയതിന്റെ പേരിൽ സങ്കടമൊന്നുമില്ല. അള്ളാഹിന്റെ തീരുമാനം വന്നു, പോയി, അത്ര തന്നെ. അള്ളാഹുവിന്റെ തീരുമാനം വന്നു, അത്ര തന്നെ. അങ്ങനെ തന്നെ കാണുക.
അല്ലാതെ നെഞ്ചത്തടിക്കാനോ വിളിച്ചു പോവാനോ നിലവിളിക്കാനോ ഒരു കാര്യമില്ല. നീ നിലവിളിച്ചെന്ന് പറഞ്ഞത് മാറൂല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഒരു ക്വാളിറ്റി ഏതാ? അള്ളാഹുവാണ് എല്ലാം തരുന്നത്, അള്ളാഹു തന്നെയാണ് തിരിച്ചെടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും നമുക്ക് വിശ്വാസം തന്നെ ഇല്ല. ഈമാൻ കാര്യം 6 ഒന്ന് അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം, 2 മലക്കുകളെ കൊണ്ട് വിശ്വസിക്കണം, 3 പ്രവാചകന്മാരിൽ വിശ്വസിക്കണം, 4 ഖുർആനിൽ വിശ്വസിക്കണം, 5 അന്ത്യദിനത്തിൽ വിശ്വസിക്കണം, 6 വൽഖദിരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഈ 6 കാര്യങ്ങളിൽ വിശ്വസിച്ചാലേ അവൻ യഥാർത്ഥ മുസ്ലിം ആകും. ഈ ഈമാൻ കാര്യങ്ങൾ 6 ഉണ്ട്. ഇതിൽ വിശ്വസിച്ചാലേ ഒരാളുടെ വിശ്വാസം പൂർത്തിയാകൂ. 5 വിശ്വാസമുണ്ട്, 1 മാത്രം വിശ്വാസമില്ല. 5 അള്ളാഹിനെ കൊണ്ട് വിശ്വാസമുണ്ട്, പ്രവാചകന്മാരെ വിശ്വാസമുണ്ട്, മലക്കുകളിൽ വിശ്വാസമുണ്ട്, ഖുർആനിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. 6 കാര്യത്തിൽ ഇങ്ങനെ നിൽക്കുക. പടച്ചോനെ, ദുഃഖവും സന്തോഷവും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നേ, ഖൈറും ഷർറും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നേ. ഈ വിശ്വാസം പടച്ചോനെ. എന്നാലും അള്ളാഹു എനിക്ക് ക്യാൻസർ തന്നല്ലോ, ഞാനാണെങ്കിൽ വഅദിന്റെ മജ്ലിസിൽ അവിടെ ഇവിടെ എല്ലാത്തിനും പോന്നെയാ, എന്നിട്ടും എനിക്കിത് വന്നല്ലോ. എന്റെ അല്ല എനിക്കൊരു വീട് തരാത്തെ, അല്ല എനിക്ക് എന്റെ മക്കളെ തരാത്തെ. നമ്മുടെ പരാതി ഇതാ. എന്താ മോനെ എല്ലാം വാരി പിറക്കുന്നേ? പെണ്ണുങ്ങൾക്കോ? അല്ലാ, ആള് കൂടിയാ? അൽഹംദുലില്ലാ. വയല് തീരാറായപ്പോഴെല്ലാം വരുന്നേ. വയല് തീരാറായപ്പോ ഇനി 1/2 മണിക്കൂറും കൂടെ ഉള്ളൂ. തങ്ങൾ വരൂല, 1/2 മണിക്കൂറും കൂടെ ഉള്ളൂ. ഇൻഷാ അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശ്വാസമില്ല. എന്തെങ്കിലും ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പടച്ചോനെ, നമ്മൾ പോയി, എന്റെ ഉസ്താദ് ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ഉള്ളവനെ പോയല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയെല്ലാം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള തീരുമാനമാണ്. അത് അംഗീകരിക്കാൻ കഴിയണം. നീ കരഞ്ഞാലും നിലവിളിച്ചാലും അത് മാറില്ല സഹോദരാ, വരാനുള്ളത് വഴിയിൽ തങ്ങുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നവർക്ക് നിരാശയില്ല, അവർക്ക് സങ്കടമില്ല. അല്ല തന്നു, അള്ളാഹു തിരിച്ചെടുത്തു. ഈ ഒരു ചിന്തയേ ഉള്ള സഹോദരാ, നമ്മളും അങ്ങനെയാകണം. കരഞ്ഞെന്ന് പറഞ്ഞ കാര്യമില്ല, സങ്കടമുണ്ടായിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ തീരുമാനം വന്ന ഖുർആൻ തന്നെ ഈ സദസ്സിലിരിക്കുന്ന പലരും പറയാറുണ്ട്, എന്തൊരു പരീക്ഷണമാ ഉസ്താദ്, രോഗം മാറുന്നേ ഇല്ല, മക്കള് മരിച്ചുപോയി, കടമാണ്, വീടില്ല. സഹോദരാ, നീ എന്തേ വിചാരിച്ചത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. നീ പറയും നിന്നോട് അല്ലാഹുവിന് ദേഷ്യമാണെന്ന്, അല്ലാഹുവിന് വെറുപ്പാണെന്ന്. തമാശയ്ക്ക് പോലും പറയല്ലേ മുസ്ലിമേ, തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല. അങ്ങനെ ഒരു വാചകം നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയരുത്. അല്ലാഹുവിന് വെറുപ്പുള്ളത് കൊണ്ടല്ല അല്ലാഹു നിന്നെ കണ്ണുനീര് കൊടുപ്പിക്കുന്നത്. കാരണം എന്റെ പ്രിയപ്പെട്ടവര്, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തതാർക്കാ സഹോദരാ? അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തതാർക്കാ? 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെയാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത്. ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയതാരെയാ സഹോദരാ? അത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്, ഏറ്റവും കൂടുതൽ സങ്കടം കൊടുത്തത്, ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത്. അത് ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്, നബി തങ്ങളെയാണ്. ഇഷ്ടം കൂടിയാൽ അങ്ങനെയാണ്, ഇഷ്ടം കൂടിയാൽ അങ്ങനെയാണ്. സങ്കടങ്ങൾ തന്നുകൊണ്ടേയിരിക്കും, സങ്കടങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അവസാനം സങ്കടങ്ങൾ കൂടിക്കൂടി നിന്റെ കണ്ണങ്ങ് നിറയുമ്പോ അല്ലാഹു
അല്ലാഹു വല്ലാത്ത ഒരു കെട്ടിപ്പിടുത്തം നടത്തും ചെറുപ്പക്കാരാ. വല്ലാതെ പടച്ചവനങ്ങ് ചേർത്ത് പിടിക്കുമടോ. അതുകൊണ്ട് നീ എന്തേ വിചാരിച്ചത്? അല്ല പറയുകയാണ് വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹ് പറയുകയാ, അല്ലാഹ് പറയുന്നു എൻ്റെ അടിമകളെ ഞാൻ പരീക്ഷിക്കും. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനും ദൂതനുമാണെന്ന് നീ നാവ് കൊണ്ട് പറഞ്ഞാ പോരാ. നീ അത് പറയുന്നത് ഉള്ളതാണോ ഇല്ലയോ എന്ന് അല്ലാഹ് നിന്നെ ടെസ്റ്റ് ചെയ്യും. ഒന്നാമത്തെ ടെസ്റ്റ്, അല്ലാഹു നിനക്ക് ഭയം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഒന്നുകൂടെ എഴുന്നേറ്റ്, ഒന്നും കൂടെ എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്. ഇത്തിരി കൂടെ മുന്നോട്ട് കയറിക്കുക. വാ, ദുആഇന്റെ സമയമായി വരുമല്ലേ. കയറിക്കോ ഇൻഷാ അല്ലാഹ്. ബോക്സിന്റെ ചവിട്ടിയിരിക്കല്ലേ മക്കളെ. വാ കയറിക്കോ. കഴിഞ്ഞു 12 മണി 1 മണി വരെ ഒന്നുമില്ല. ഞങ്ങൾ വന്നാ കയറിയിരുന്നോ, കയറിയിരുന്നോ ഇൻഷാ അല്ലാഹ്. കയറിയിരുന്നോ. ചന്ദനം ചാരിയ ചന്ദനം മണക്കൂന്ന കൂടെ ഇരുന്നോ. ചിലപ്പോ ഈ ഇരുന്നതിന്റെ പേര് രക്ഷപ്പെടും. ഇരുന്നതിന്റെ പേര് രക്ഷപ്പെടും. കയറിയിരുന്നു. അൽഹംദുലില്ലാഹ്. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എടോ, അല്ലാഹു നമ്മുടെ ഈമാൻ ടെസ്റ്റ് ചെയ്യും. ഇവൻ പറയുന്നത് ഉള്ളതാണോ അതോ കള്ളമാണോ എന്ന് അല്ലാഹു ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, അല്ലാഹു നിനക്ക് ഭയം തരും. അല്ലാഹു നിനക്ക് ഭയം തരും. ഭയം നിന്നിട്ട് അല്ലാഹു പരീക്ഷിക്കും. സഹോദര, ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് ആരെയാ? ആരെയാ ഭയപ്പെടുത്തിയ? നീ ഇവന്മാര് നടത്തിയ 2-3 നിയമങ്ങൾ പാസ്സാക്കിയപ്പോഴേ നീ മുട്ടിട്ടിടിക്കുക. ഇപ്പൊ എന്താ ഈ ഇലക്ഷന്റെ ഒരു എന്തോ എന്താ ഈ വോട്ടുപെട്ടിയിൽ പേര് ചേർക്കുന്നതിന് എന്താ പറഞ്ഞ SIR വന്നപ്പോഴത്തേക്ക് എന്തുവായിരുന്നു. ഓ സുബ്ഹാനല്ലാഹ്. SIR എന്ന് പറഞ്ഞ വോട്ടുപെട്ടിയിൽ പേരുണ്ടോ, 2002 പേരുണ്ടോ, എന്തൊരു ബഹളമായിരുന്നു. ഓരോ മനുഷ്യന്മാര്. ആ നിയമം കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറ. ആ നിയമം കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. എന്താ ഉപകാരം? ഉള്ളത് പറയണമല്ലോ. ഞാൻ അവരുടെ ആൾക്കാരായതുകൊണ്ടെന്നല്ല. ഈ നിയമം കൊണ്ടുണ്ടായ ഒരു ഉപകാരം, ഈ മരിച്ചുപോയവരൊക്കെ നമുക്കൊന്ന് ഓർക്കാൻ പറ്റി ഇല്ലേ? വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുന്നു, ഉപ്പാപ്പാടെ ആധാർ അല്ല ഐഡന്റിറ്റി കാർഡ് ഉണ്ടോന്ന്. എന്നിട്ട് വോട്ടുപെട്ടിയില ഉപ്പാപ്പാടെ ഫോട്ടോ. എന്ത് രസം പടച്ചാനെ. ഉമ്മാമ ഉപ്പ അങ്ങനെയെങ്കിലും ഓർത്തല്ലോ. അങ്ങനെയെങ്കിലും മരിച്ചുപോയവരെ ഓർക്കാൻ പറ്റിയില്ലേ? ഓർത്തില്ലേ? നിങ്ങൾ എന്തോ എന്നെ ചൊടിച്ചിരിക്കണേ. ഉപ്പാപ്പാടെ ഫോട്ടോ എടുത്തിട്ട് ഇതാ ഇല്ലേ ഉപ്പാപ്പ ഇല്ലേ, പാപ്പ പണ്ട് ഇങ്ങനെ ആയിരുന്നേ. ഓർക്കാൻ പറ്റിയടോ. എന്റെ പൊന്നാര ചങ്ങാതി, അല്ല പറയാ, നിന്നെ ഞാൻ പേടിപ്പിക്കും. നിന്നെ സാധാരണ ഭയമൊന്നുമല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് ആരെയാ? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നബിതങ്ങളെ. എന്നിട്ട് എന്ത് പറ്റി? ചങ്ങായി, നീ എന്ത് തിരിയാത്ത? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞു നിൽക്കുക. ഇബ്ലീസ് പോയിട്ട് പറഞ്ഞു, മുഹമ്മദ് നാട് വിടാൻ പോവാ, വേണമെങ്കിൽ ഇന്ന് കൊന്നോണം, ഇനി കിട്ടൂല. മദീനത്തെങ്ങാണം പോയാ പിന്നെ നിനക്കൊന്നും തൊടാൻ പറ്റൂല, കൊല്ലണമെങ്കിൽ ഇന്ന് രാത്രി കൊല്ലണം. എല്ലാ ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് കൂടി ഏറ്റവും നല്ല യോദ്ധാക്കളെ തെരഞ്ഞെടുത്തു. കൊല്ലുന്നവന് ഓഫർ. നബിതങ്ങളുടെ വീട് വളഞ്ഞിരിക്കുക, ഇറങ്ങി അപ്പ വെട്ടിക്കൊല്ലാൻ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ വീടിന്റെ അകത്ത് നിന്ന് ഹിജറയ്ക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറാകുമ്പോ അലിയാര് തങ്ങളോട് ചോദിച്ചു, അത്ര അലിയെ, നീ ഇവിടെ കിടക്കുമെന്ന്. ഞാൻ കിടന്ന സ്ഥലത്ത് നീ കിടക്കുവോ? എനിക്ക് എന്നാ പേടി അല്ലാ, എനിക്കെന്താ പേടി? ആ ചങ്ങാതി ചിന്തിച്ചു നോക്ക്. അലിയാര് തങ്ങൾ അവിടെ കിടന്നേ. നബിതങ്ങൾ ഇറങ്ങാൻ സമയമായപ്പോ മുസ്ലിം എന്ന് പറഞ്ഞ ആരാന്ന് പഠിക്കണം. നമ്മുടെ കയ്യിൽ ആറ്റം ബോംബും മിസൈലൊന്നും വേണ്ട ചങ്ങാതി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പോകുമ്പോൾ അതാ വരുന്നു മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ ഒരു പിടി മണ്ണ് വാരണം. ഒരു പിടി മണ്ണിങ്ങനെ വാരിയിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഖുർആൻ സൂറത്തു യാസീൻ വജഅൽനാ മിൻ ബൈനി ഒദിക്കെ വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഈ ആയത്ത് ഉപകാരമുണ്ട്. ഉസ്താദ്മാരോട് ചോദിച്ചാൽ പറഞ്ഞൊരു ആയത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ആയത്ത് ഓതുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ എപ്പോഴും പോലീസ് പിടിക്കാൻ നേരത്തെ ഇത് ഓതാറുണ്ട്, ചെക്ക് പോസ്റ്റിലൊക്കെ പോകുമ്പോൾ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഈ ആയത്ത് ഓതിയിട്ട് ആ മണ്ണിൽ കൂതണം, എന്നിട്ട് വാതിൽ തുറന്നേക്ക് 4 ഭാഗത്തേക്ക് വാരി എറിഞ്ഞിട്ട് പൊക്കോളാൻ. കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് നബിതങ്ങളെ കൊല്ലാൻ കാത്തിരുന്നവരുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞിട്ട് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഓന്റെ ഒക്കെ കണ്ണിന്റെ മുമ്പിലൂടെ നടന്നു പോയടോ. AK-47 പിടിച്ചുകൊണ്ടല്ല പോയെ, അത് മനസ്സിലാക്ക്. നബിതങ്ങൾ അവരുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങിപ്പോയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിപ്പോയി. അബൂബക്കർ തങ്ങൾ നബിതങ്ങളുടെ കൂടെ കൂടി. നബിതങ്ങൾ രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്ത് പോയിരിക്കാം. അള്ളാന്റെ റസൂൽ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ടത് ചെയ്യണം, വരുന്നത് വഴി വെച്ച് കാണട്ടെ എന്നല്ല. ചില പൊട്ടന്മാരങ്ങനെ രോഗം വന്നാൽ ചികിത്സിക്കണം, രോഗം വന്നാൽ ചികിത്സിക്കണം, അള്ളാഹ് നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ ചികിത്സിക്കാൻ പറഞ്ഞാൽ ചികിത്സിക്കണം. ഭാര്യ പ്രസവിക്കാറായി എവിടെ കൊണ്ടുപോകണം? എവിടെ കൊണ്ടുപോകണം? ആശുപത്രി കൊണ്ടുപോയി പ്രസവം എടുക്കാൻ കൊണ്ടുപോകണം. രണ്ടും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നും ചെയ്യൂല. എന്നിട്ട് നബി തങ്ങൾക്ക് നടന്നാൽ പോരെ? എന്തിനാ എല്ലാവരും പോകുന്നതിന് വിപരീതമായി നടന്നത്? എന്തിനാ ഗുഹയ്ക്കകത്ത് പോയി 3 ദിവസം ഒളിച്ചിരുന്നത്? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് വേണം തവക്കലേൽപ്പിക്കാൻ. നബി തങ്ങളൊരു സഹാബി ചോദിച്ചു, നബിയെ ഒട്ടകത്തെ കെട്ടിയിട്ട് തവക്കലേൽപ്പിക്കണോ അഴിച്ചു വിട്ടിട്ട് തവക്കലേൽപ്പിക്കണോ? ചങ്ങായി കെട്ടിയിട്ടിട്ട് ഏൽപ്പിക്കടാ. നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ തങ്ങൾ ഗുഹയ്ക്കകത്തിരിക്കുക. നബി തങ്ങൾ അബൂബക്കർ തങ്ങളുടെ മടിയിൽ കിടക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ കയ്യും കാലും വിറയ്ക്കുക. നബിതങ്ങൾ ഞെട്ടി ഉണർന്ന്, എന്തേ അബൂബക്കറെ? ദാ മുകളിൽ നിൽക്കുന്ന നബിയെ ശത്രു ഉമ്മാര് പ്രാന്ത് ഇളവിയിട്ട് വന്നിരിക്കുക. മുഹമ്മദിനെ കിട്ടാതെ വന്നപ്പോ കൊല്ലാൻ കലി ഇളവിയിട്ട് കാത്തു വന്നയാ. നബിതങ്ങളോട് പറയുന്നു, അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നുണ്ട്. ഓനെങ്ങാനും താഴോട്ട് നോക്കിയാൽ നമ്മളെ രണ്ടുപേരെയും പിടിക്കും, കൊന്നുകളയും നബിയെ. നബിതങ്ങൾ ചിരിച്ചു. സഹോദര, അള്ളാന്റെ റസൂല് ചിരിക്കുക. എന്തേ നബിയെ ചിരിക്കണേ? എന്റെ പൊന്നാര അബൂബക്കറെ, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാൾ കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ രണ്ടുപേരുമല്ല, നമ്മുടെ കൂടെ മൂന്നാമതൊരാളുണ്ട്. ആര്? അല്ലാഹ്. ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ. എന്തിനാ അബൂബക്കറെ പേടിക്കണേ? അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മൾ ന്യൂനപക്ഷവ? അധികാരമുണ്ടോ? പ്രധാനമന്ത്രി ഉണ്ടോ? മുഖ്യമന്ത്രി? ഒന്നുമില്ല. പക്ഷെ നമ്മുടെ കൂടെ ആരുണ്ട്? അള്ളയുണ്ട്. അള്ള ഉണ്ടോ? അള്ള ഉണ്ടോ? ഉണ്ട്. ആ അള്ളാനെ വെറുപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതാ സിനിമ തിയേറ്ററിൽ പോയിരുന്ന് ആമീൻ ആമീൻ. ഓ പഠിച്ചവനെ, വാപ്പ മരിച്ചിട്ട് ദുആ ചെയ്യുമ്പോൾ പോലും പറയൂല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അള്ള ഭയക്കും, പേടിപ്പിക്കും. ഇനിയൊരു കാലം വരും, തൊപ്പി ഇട്ടവനെ, താടി വളർത്തിയവനെ പിടിച്ചു നിർത്തുന്ന ഒരു കാലം വരും. അങ്ങനെ ഒരു കാലം വരും. ആ കാലത്ത് നീ പറയണം, ഞാൻ മുസ്ലിമാ, ഈമാനുള്ളവനാകണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 2, അള്ളാഹു പട്ടിണി തരും. ദാരിദ്ര്യം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ? പട്ടിണി കിടന്നിട്ടുണ്ടോ? ഇങ്ങനെ കുലുക്കുന്നു. ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? എല്ലാവരും പറയും പട്ടിണി കിടന്നിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഈ ഇരിക്കണ ഒറ്റ എണ്ണവും പട്ടിണി കിടന്നിട്ടില്ല. പട്ടിണി എന്താണെന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ ചുമ്മാതെ പറയണേ. സത്യത്തിൽ പട്ടിണി എന്താണെന്ന് പോലും എനിക്കും അറിയത്തില്ല, ഈ പ്രായമുള്ള നിങ്ങൾക്കും അറിയത്തില്ല. അതിന്റെ കാരണം എന്തേ? എടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അല്ലെ, നബിതങ്ങളും തൻ്റെ കുടുംബവും ശുഅബ് അബീ താലിബിന്റെ മലഞ്ചെരുവില് വിശന്നിട്ട് തിന്നാൻ കഴിയാതെ നബിതങ്ങൾ ഇല പറിച്ചു കഴിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വിശന്നിട്ട്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ റസൂലുള്ളാഹി തങ്ങളും തൻ്റെ കുടുംബം എന്ത് തിന്നു? ഇല തിന്നു. തിന്നാൻ ആരെങ്കിലും ഉണ്ടോ? ഇല തിന്നോ? മട്ടൻ മന്തി വാങ്ങി തിന്നിട്ട് കുറച്ച് ഇല വാരി തിന്നും ദഹിക്കാൻ. അതാ നമ്മൾ ഇലയും തമ്മിലുള്ള ബന്ധം. അള്ളാന്റെ റസൂലും സഹാബത്തും നിങ്ങൾ ചിന്തിച്ചു നോക്കേ. ഇവിടെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ എല്ലാവരും ഒരു കല്ല് വെച്ച് കെട്ടിയപ്പോ നബിതങ്ങൾ 2 കല്ല് വെച്ചിട്ട് കെട്ടി. കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ? ചങ്ങായി മാറുവോ? വിശപ്പ് സഹിക്കാൻ പറ്റാതെ നബിതങ്ങളും സഹാബത്തും വയറ്റിൽ കല്ല് വെച്ച് കെട്ടി.
നമ്മൾ ചിന്തിക്കും വയറ്റിൽ കല്ല് വെച്ച് കിട്ടിയ വിശപ്പ് മാറുമോന്ന്. ചങ്ങാതി മാറും ചങ്ങാതി. നമ്മുടെ വാപ്പാടെ അരയിൽ ഒരു പച്ച ബെൽറ്റ് ഉണ്ടായിരുന്നു. ചിന്തിച്ചു നോക്കിയേ, പഴയ വാപ്പമാർ ആ ബെൽറ്റ് അങ്ങോട്ട് കെട്ടിയാൽ നേരെ നിൽക്കും. ആ ബെൽറ്റിനൊരു പവറാ. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാകട്ടെ. നബിതങ്ങളും സഹാബത്തും നബിതങ്ങൾ അവിടെ നിന്ന് പട്ടിണി കിടന്നില്ലേ? ഖദീജ ബീവിയോട് പറഞ്ഞു, നീ പോയേക്ക് ഖദീജ, നീ കോടീശ്വരിയാ, നീ പട്ടിണി കിടന്നിട്ടില്ല ഖദീജ, നീ പോയേക്കാൻ. ഖദീജ ബീബി റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി, മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഞാൻ നിങ്ങളുടെ അവിടെ. ഇത് സിനിമയുടെ ഡയലോഗൊന്നുമല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞ, ഖദീജ നിനക്ക് പട്ടിണി കിടന്ന് ശീലമില്ല, നീ പോയേരെ. ഞാൻ പോകൂല നബിയെ, ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഞാൻ കൂടെയുണ്ട്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അങ്ങനെ ഒന്നും ആയില്ലെങ്കിലും അതിൻ്റെ 4-1 അള്ളാഹു ആക്കി തരുമാറാകട്ടെ. കാരണം ഓൾക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ അസ്സലാമു അലൈക്കും വലൈക്കും സലാം കഴിഞ്ഞു. ഓൾക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ വയല് പറയാനൊക്കെ പറ്റും, ഇതൊക്കെ പറയും, അതൊക്കെ സിനിമ ഡയലോഗ് പഠിക്കാൻ പറ്റും. കിട്ടിയില്ലെങ്കിൽ നോക്കിക്കോ. അപ്പൊ പിന്നെ എല്ലാം തേക്കുന്ന കാലവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നബിതങ്ങൾ എത്ര മക്കളുടെ മയ്യത്ത്. ഇവിടെ ഒരെണ്ണം തലവേദന എടുത്താൽ ഞാനും നിങ്ങളും കരയും. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു വേദന വന്നാൽ, ഒരു പനി വന്നാൽ ഉറങ്ങൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മക്കളുടെ മയ്യത്ത് ഖബറിലിറക്കി വെച്ച പ്രവാചകൻ മഹാനായ നബിയനാ റസൂലുള്ളാഹി. എത്ര മക്കളുടെ മയ്യത്ത് ഇറക്കി വെച്ചടോ, എന്തൊരു വേദന. ഇതുപോലെ നബിതങ്ങൾ ഇതുപോലെ വേദന സഹിച്ച ആരാ ഉള്ളേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സഹോദര, അള്ളാഹുവിന് ഇഷ്ടം തോന്നിയ അള്ളാഹ് ഒന്ന് സങ്കടപ്പെടുത്തും, എന്നിട്ട് കെട്ടി അങ്ങോട്ട് പിടിക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ ഖുർആൻ പറഞ്ഞത്, ഏത് സങ്കടമുണ്ടായാലും എന്തു വന്നാലും അവർ പറയും, ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇപ്പോഴും നമ്മൾ അള്ളാഹിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സുഖമല്ലേ? സുഖമാണോ? ചങ്ങായി സുഖമാണോ? പോയി പറ, സുഖമാണോ? എന്താ മറുപടി പറയണ്ടേ? സുഖമാണോന്ന് വെച്ചാ സുഖമാണെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തില് നബിതങ്ങൾ ഇങ്ങനെ പള്ളിയിരിക്കുമ്പോൾ ഒരു സഹാബി കയറി വന്നു. നബിതങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങായി സുഖമാണോ? അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ. ആ മറുപടി കേട്ടപ്പോൾ നബിതങ്ങൾ ദുആ ചെയ്തു, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. രണ്ടാമതൊരാൾ കൂടെ പുറകെ കയറി വന്നു. ഓനോട് ചോദിച്ചു, സുഖമാണോ? ആ സുഖമാ നബിയെ. അപ്പൊ നബിതങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ സഹാബി ചോദിച്ചു, എനിക്ക് ബർക്കത്തിന് ദുആ ഇല്ലേ? നബിതങ്ങൾ പറഞ്ഞൊരു മറുപടി, നീ ഒരു അൽഹംദുലില്ല പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. ഇനി പറ, സുഖമാണോ? അൽഹംദുലില്ലാ. ആ വാചകം എല്ലാവർക്കും പറയാൻ പറ്റില്ല. ഈ അൽഹംദുലില്ലാ എന്ന് പറയുന്നൊരു വാചകം ഉണ്ടല്ലോ, അത് എല്ലാവർക്കും പറയാൻ പറ്റൂല. അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവരുടെ നാവിലേ വരൂ. എന്തു ചോദിച്ചാലും അൽഹംദുലില്ലാ. അത് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു വാചകമല്ല. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയോ, എല്ലാവരുടെ വായിൽ വരുന്ന ഒരു വാചകമല്ല അൽഹംദുലില്ലാ. അത് അല്ലാഹ് ഇഷ്ടപ്പെടണം. ഓനോട് എന്ത് ചോദിച്ചാലും ഓൻ പറയാം അൽഹംദുലില്ലാ. സങ്കട ക്യാൻസർ, SLC പരീക്ഷയൊക്കെ കഴിഞ്ഞു, റിസൾട്ട് വന്നു, തോറ്റുപോയി, എന്ത് പറയണം? പരീക്ഷയ്ക്ക് തോറ്റപ്പോ എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം. പറയുവോ? പരീക്ഷ ഉണ്ടായിരുന്നു, രാവിലെ ജോലിക്ക് പോയപ്പോൾ മുതലാളി പറയുന്നു നാളെ മുതൽ വരണ്ടെന്ന്, എന്ത് പറയണം? അൽഹംദുലില്ലാ. കഴിഞ്ഞു. എടോ, ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അൽഹംദുലില്ലാ പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അത് പറയാൻ എല്ലാവരെ കൊണ്ടും പറ്റൂല. എനിക്ക് വട്ടാ നിങ്ങൾ വിചാരിക്കുക, SLC പരീക്ഷയ്ക്ക് തോറ്റ അൽഹംദുലില്ലാ പറയോ? ഞാനാണെങ്കിൽ പറയും. എടാ, എന്ത് പ്രയാസം വന്നാലും അൽഹംദുലില്ലാ പറയണം. എന്തുകൊണ്ട്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മലക്കുകളോട് അള്ളാഹു ചോദിക്കും, എൻ്റെ അടിമ എന്താ പറഞ്ഞതെന്ന്. എടാ, അവന്റെ കരളിന്റെ കഷ്ടത്തിന്റെ നിന്റെ മകന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചു പോകുമ്പോ അള്ളാഹ് ചോദിക്കും, എന്താ പറഞ്ഞതെന്ന്. അള്ളാഹ് അൽഹംദുലില്ലാ പറഞ്ഞല്ലാന്ന്. പഠിച്ചവന് സ്വന്തം മകൻ മരിച്ചപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അവൻ പറഞ്ഞ വാചകവാ. അള്ളാഹ് പറയുന്ന ഒരു കൊട്ടാരം പണിയാ, ഒരു വീട് പണി, സ്വർഗത്തിലൊരു വീട് പണി, ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്ക്. ആർക്ക്? അൽഹംദുലില്ലാ പറഞ്ഞവന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.